ദിവസങ്ങൾക്ക് ശേഷം തിരക്കിട്ട് 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ബി.ജെ.പി. ബോളിവുഡ് സൂപ്പർ താരം സണ്ണി ഡിയോളിന് ഇത്തവണ സീറ്റില്ല എന്നത് ശ്രദ്ധേയമായി. ഗുർദാസ്പൂരിലെ സിറ്റിംഗ് എം.പി. ആയിരുന്നു സണ്ണി. അതേസമയം മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദർരാജന് പാർട്ടി ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. ചെന്നൈ സൗത്തിൽ നിന്ന് തമിഴിസൈ മത്സരിക്കും. കേന്ദ്രമന്ത്രി എൽ മുരുകൻ നീലഗിരിയിൽ നിന്നാണ് മത്സരിക്കുക. ബി.ജെ.പി. തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ സീറ്റിൽ നിന്നാണ് അണ്ണാമലൈ മത്സരിക്കുക. മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ നിന്നും മത്സരിക്കും. ചെന്നൈ സെൻട്രലിൽ നിന്ന് വിനോജ് പി സെൽവവും, വെല്ലൂരിൽ നിന്ന് എ.സി. ഷൺമുഖവും, കൃഷ്ണഗിരിയിൽ നിന്ന് സി നരസിംഹനും, തിരുനെൽവേലിയിൽ നിന്ന് നൈനാർ നാഗേന്ദ്രനും മത്സരിക്കുമെന്ന് ബി.ജെ.പി. അറിയിച്ചു. അതേസമയം ബി.ജെ.പി. ഇത്തവണ തമിഴ്നാട്ടിൽ ഏറ്റവും മികച്ചവരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. കാരണം 2019 ഒറ്റ സ്ഥാനാർത്ഥികൾ പോലും ഇവിടെ വിജയിച്ചിരുന്നില്ല. പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥനായ തരൺജിത് സന്ധുവിനെ മത്സരിപ്പിക്കാനും ബി.ജെ.പി. തീരുമാനിച്ചു. പഞ്ചാബിലെ 6 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഡൽഹി നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ ബി.ജെ.പി. എം.പി. ഹൻസ് രാജ് ഹൻസിന് ഇത്തവണ മണ്ഡലമാറ്റം ഉണ്ടായിരിക്കുകയാണ്. പഞ്ചാബിലാണ് ഇത്തവണ അദ്ദേഹം മത്സരിക്കുക. ഫരീദ്കോട്ടിലാണ് പാർട്ടി അദ്ദേഹത്തെ മത്സരിക്കാനായി നിയോഗിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ മുൻ നേതാക്കളായ പ്രണീത് കൗർ, റവനീത് സിംഗ് ബിട്ടോ എന്നിവർക്കും ഇത്തവണ സീറ്റുണ്ട്. ബി.ജെ.പി. പട്ടികയിലെ ഏറ്റവും പ്രമുഖരും ഇവരാണ്. പ്രണീത് പട്യാലയിലും റവനീത് ലുധിയാനയിൽ നിന്നുമാണ് മത്സരിക്കുക. പ്രണീത് കൗർ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ ഭാര്യയാണ്. അടുത്തിടെയാണ് കൗർ ബി.ജെ.പിയിലേക്ക് എത്തിയത്. മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ പേരക്കുട്ടിയാണ് റവനീത് ബിട്ടോ. അതേസമയം അടുത്തിടെ ബി.ജെ.പിയിൽ ചേർന്ന എ.പി. നേതാവ് സുശീൽ കുമാർ റിങ്കു ജലന്ധറിൽ നിന്ന് മത്സരിക്കും. ബി.ജെ.പിയുടെ 8ാം ഘട്ട പട്ടികയിൽ ഒഡീഷയിൽ നിന്നുള്ള 3 പേരും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 2 സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട്. രബീന്ദ്ര നാരായൺ ബെഹ്റ ജാജ്പൂരിൽ നിന്നും, സുഗന്ധകുമാർ പനിഗ്രഹി കന്ധമാലിലും, ഭാർതൃഹരി മഹ്തബ് കട്ടക്കിൽ നിന്നും മത്സരിക്കും. അതേസമയം പശ്ചിമ ബംഗാളിൽ ജാർഗ്രമിൽ നിന്ന് പ്രണബ് ടുഡുവും, ബിർഭൂമിൽ നിന്ന് ദേബാശിഷ്ധറും മത്സരിക്കും. ഇതിനോടകം ബി.ജെ.പി. 411 സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നേരത്തെ പുറത്തിറക്കിയ സീറ്റുകളിലാണ് വയനാട് നിന്ന് രാഹുൽ ഗാന്ധിയെ നേരിടാൻ ബി.ജെ.പി. അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പാർട്ടി നിയോഗിച്ചത്. രാജസ്ഥാനിലെ 2ഉം മണിപ്പൂരിലെ 1ഉം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് 6ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. രാജസ്ഥാനിലെ ദൌസയിൽ കനയ്യലാൽ മീണ സ്ഥാനാർത്ഥിയാകും. കരൌലി ധോൽപൂരിൽ ഇന്ദുദേവി ജാദവും ബി.ജെ.പിക്കായി ജനവിധി തേടും. ഇന്നർ മണിപ്പൂരിൽ തൗനോജം ബസന്ത് കുമാർ സിംഗ് മത്സരിക്കും. മണിപ്പൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗിന് സീറ്റ് നിഷേധിച്ചാണ് തൗനോജം ബസന്ത് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. മണിപ്പൂർ കലാപ സമയത്ത് രാജ്കുമാർ രഞ്ജൻ സിംഗിന്റെ വസതി ആക്രമിക്കപ്പെട്ടിരുന്നു. ഏതായാലും പലരെയും തഴഞ്ഞാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് പല നേതാക്കളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്.